രോഹിണിക്ക് വല്ലോ ആവശ്യമുണ്ടോ? വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ? എനിക്കൊന്നും വേണ്ട. അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട. ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്ത് പറയില്ല. രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ സത്യം ചെയ്യാം. കൈ അടിച്ച് ഞാൻ സത്യം ചെയ്യാം. ഇതെന്താ ഇത്? കൈ അതല്ല, ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. ഞാൻ തമാശ പറഞ്ഞല്ല. അല്ല, ഭാഗ്യരേഖയുടെ പറഞ്ഞത് ഉടക്കല്ലേ. നീ വലിയ ശീലാവധി ചമയൊന്നും വേണ്ട. എല്ലാവരും വന്നപ്പോ വന്നു എന്തു ആവാന്നോ? അല്ലടാ, ഞാനിപ്പോ ചെന്നില്ലായിരുന്നു. എന്തായാലും നീയൊക്കെ കൂടെ അവസാനം തന്നെ ജയിലിലും കേട്ടു അല്ലടാ. ഞാൻ ദാഹിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ കയറിയതാ. എന്നെ കയറി പിടിച്ചപ്പോ ഞാനും പിടിച്ചു. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ വന്നപ്പോ മാത്രം ഒച്ച വെച്ചു. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടൊന്നില്ലേ? ഞാനോ? ഈ കരീമും ഈ രാഘവനും. ഈ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നെ പറ്റി അനാവശ്യം പറഞ്ഞു. നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞു. നീയല്ലേ പറഞ്ഞു? നിങ്ങളാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ കുട്ടി നല്ല കുട്ടിയാണ്. രണ്ടുപേരും പറഞ്ഞു. ഞാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പറഞ്ഞു. ഞാൻ പറഞ്ഞു. മര്യാദക്ക് ഇവിടെ കഴിഞ്ഞില്ലേ? എല്ലാത്തിനും ഞാൻ വിഷം തന്ന് കൊല്ലും. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ ചാവും. പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ, പല തരക്കാരാ. എല്ലാരും എനിക്ക് ആളാം വിധം നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല. സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാലും അതെന്റെ പെണ്ണിലേക്ക് വരൂ. എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ. പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല. അത് ഓർമ്മ വേണം. എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. അപ്പുറത്തേക്ക് പോ. എന്റെ അമ്മേ. சுப்பிரமணியம் உள்ள இருக்கு. நான் தான் சிவ சுப்பிரமணியம். நீயா? அட பாவி, எங்கடா உன் குடுமி? குடுமி நான் கட் பண்ணியாச்சு. கடவுளே, எதுக்கு? நான் மாடர்ன் ஆயிட்டேன் பாட்டி. ஐயோ, பிராமண குலத்துக்கே நீ அபகாரம் பண்ணிட்டடா பாவி. பாட்டி, அதெல்லாம் அந்த கால பேஷன். என்னடா இது வேஷம்? இதெல்லாம் இந்த கால பேஷன். நான் கண்டக்டரா இருந்தா அல்லாட்டி போலீஸா இருந்தா பேண்ட் தானே போடணும். நம்ம வேஷமா போட்டு போறது. உன்னோட தாத்தா பிரம்மச்சாரியா நம்ம கோயில பூஜாரி ஆகாம கல்யாணம் பண்ணதில்ல தான் இந்த குடும்பமே நாசமா போனது. நீ அந்த மாதிரி பண்றதை பார்த்து நான் சும்மா இருக்கணுமா? தாத்தா கல்யாணம் பண்ணறதுக்கும் நான் பேண்ட் போடுறதுக்கும் என்ன சம்பந்தம்? இல்லடா, சம்பந்தமா கேக்குறேன். பிரம்மச்சாரியா கோயில்ல பூஜாரியா இருக்கிறத விட்டுட்டு உனக்கு எதுக்குடா சுப்பு இந்த மாதிரி வேஷம்? ஐயோ பாட்டி, ஆபீஸுக்கு இன்னையில இருந்து இது போட்டுட்டு போலேன்னா அவங்க என்ன உள்ள ஏட்ட மாட்டாங்க. நான் போயிட்டு வரேன். போறியா? பொச்சடா, போடா போ. இதே போட்டு திரும்பி வந்து இந்த வீட்டு வாசப்படி ஏத்த மாட்டேன். ஆமா, பாத்துக்கோ. கடவுளே ராமா, இந்த புள்ளைக்கு நல்ல புத்தியை கொடுப்பா. എന്താ ജോക്കർ? ജോക്കർ വരുന്നുണ്ട്. അസ്വീകാരം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്ത് കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കുകയുള്ളൂ. ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ. ഈ റീൽസ് ഇല്ലാതെ കയറുന്നോണ്ടാ തട്ടാ നിൽക്കുമ്പോ ഓരോരുത്തം പമ്പ പാടിക്കുന്നത്. ഒരു കാര്യം, റിഹേഴ്സൽ നടത്താം. നിന്റെ കുത്ത് മറ്റേതല്ല, നവീനം. അത് വേണ്ട, രാമായണം പഴയ രൂപത്തിൽ. രാമായണം പഴയ രൂപത്തിൽ തന്നെ, എല്ലാവർക്കും പഴയ വേഷങ്ങളും. അപ്പൊ സീതയോ? സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര്? രോഹിണി. അവളായിക്കോട്ടെ. എന്താ ഒരു കുറവ്? എന്താ അവക്ക് ഇനി കുറയാനുള്ളത്? സീത എന്ന് പറഞ്ഞ ആരാ? ഭൂലോക സുന്ദരി, ആചാന ബാഹു, അന്ന നട. ശരിയാ, ഓളെ പിടിച്ച് സീതയാക്കിയാലേ
ഇവൻ ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടിയ പോലെ ഏ? അപ്പൊ അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കെട്ടുന്നത്? ഒന്നല്ല 9 സീതയെ കിട്ടും, തിരക്കണം. എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടെങ്കിൽ വാ സാറ്. കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താന്ന്? ശ്രീരാമൻ മാറണം. ഏ? എന്താ? എന്നിട്ട് എന്താ ഞാൻ പറഞ്ഞേ? ശ്രീരാമൻ മാറണം. എന്നിട്ടാ? എന്നിട്ട് ഞാൻ ശ്രീരാമനാ. പറ്റി, അതിലും ഭേദം ഇതാ. നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ, മുഖസ്തുതി പറയാണെന്ന് വിചാരിക്കരുത്. ശ്രീരാമന്റെ വേഷം കെട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം. അതുകൊണ്ട് അത് നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം. എന്തേ എന്തേ എന്തേ? ആരും ഒന്നും ആകണ്ട, ഞാൻ തന്നെ ശ്രീരാമൻ. പിന്നെ വളരെ പിള്ളേർ പറയുന്നതിലും കാര്യമുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും കൂടിയാണ്. നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത്. കണ്ണി കണ്ട അലവലാദികളെ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത്. ആരാ അലവലാതി? നിന്റെ കാര്യമല്ല. പിന്നെ നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാതി. ഓ ഞാനാണോ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഞാനാണോ പിള്ളേര് പറയുന്നത് കേട്ടില്ലാന്ന് പറഞ്ഞു. ആരാണ് ശ്രീരാമനാകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ? ഓരോന്നിനും അതിൻ്റെതായ വഴികളുണ്ട്. വരാട്ടെ. എല്ലാവരുടെ പേരും എഴുതിയിട്ടുണ്ട്. ഓഹോ, നിന്റെ പേര് വരെ ഉണ്ട്. അതെന്താ വരെ? ഞാൻ എന്താ 7-ാം കൂലി? എന്റെ പേരുണ്ടാ? ഉണ്ടാ. എല്ലാരും പേരുണ്ട്, പിന്നെ എന്റെ പേരുണ്ട്. ചേട്ടൻ തന്നെ ഐശ്വര്യായിട്ട് ഒരെണ്ണം എടുത്താൽ. ആ എടി കേട്ടോ, ആർക്കാ ശ്രീരാമൻ കെട്ടാൻ ഭാഗ്യം ഇപ്പൊ അറിയാലോ. അത് നമ്മളെ എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ. കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. എന്താ എന്താ എന്താ? കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള. ഇങ്ങോട്ട് വാ. ഇതതിനാ? അതൊന്ന് നോക്കട്ടെ. അല്ല, ശ്രീരാമൻ കെട്ടാൻ ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ. ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം. എന്താ വന്നാട്ടെ. പിന്നെ ഇതിലുള്ളത് ശ്രീരാമൻ കെട്ടില്ല, ലക്ഷ്മണൻ കെട്ടതൊന്നും ഇത് ചെല്ലപ്പൻ പിള്ള, ഇത് ചെല്ലപ്പൻ പിള്ള, ഇത് ചെല്ലപ്പൻ പിള്ള, എല്ലാം ചെല്ലപ്പൻ പിള്ള. ഇത് മറ്റേ ഏർപ്പാട് ഇവിടെ കാണിച്ചു. ഈ പണി ഇവിടെ നടക്കത്തില്ല. എന്താ ഇത്? ഇതെന്താ ഇതെന്ന്? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? പിന്നെ ഓലക്കമ്മിൽ കളി അടിച്ച് കണ്ണിന് സിൽവർ നമ്മൾ ചേട്ടാ ചേട്ടാ, ഇതിനൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം തീരുമാനം, തീരുമാനം. എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും. ഇവിടെ രാമനുമില്ല സീതയുമില്ല. ഇല്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആരാദ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ.